റോഡിൻ്റെ സൈഡിൽ കാണുന്ന എല്ലാം യൂക്കാലിപ്റ്റസ് മരങ്ങളാണ്. നമ്മളിപ്പം ടോപ്പ് സ്റ്റേഷനിൽ വന്നിട്ട് അവിടുന്ന് നേരെ ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. ഈ വഴിയിൽ നമുക്ക് വണ്ടി നിർത്താനായിട്ട് പറ്റത്തില്ല. നമ്മളിങ്ങനെ വട്ടവടയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ വട്ടവട പോവുക, അവിടെ ഒന്ന് ജസ്റ്റ് കാണുക, അത് കഴിഞ്ഞിട്ട് തിരിച്ച് ടോപ്പ് സ്റ്റേഷനിൽ വരിക, അവിടുത്തെ വ്യൂസൊക്കെ കാണുക എന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മളിപ്പം ആക്ച്വലി വട്ടവടയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, വട്ടവട വഴി കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വീടുകളെല്ലാം കണ്ടാൽ ഒരു തമിഴ്നാട് സ്റ്റൈലാണ് എല്ലാ വീടുകളും. അതൊരു ബോർഡർ ആകുന്നതുകൊണ്ടാണ് അതിൻ്റെ കൂടുതലും തമിഴ്നാടിൻ്റെ ഇൻഫ്ലുവൻസാണ് ഈ ഏരിയയിലുള്ളത്. ഇവിടെ കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്നത് സ്ട്രോബെറി ഫാംസ് ആണ്. ടെറസ് ഫാമിംഗ് ആണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ. ഇഷ്ടംപോലെ സ്ട്രോബെറി ഫാമുകൾ ഇവിടെ നമുക്ക് കാണാം. വട്ടവടയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ടൂറിസ്റ്റിന് വേണ്ടി ഇങ്ങനത്തെ ഫ്രെയിംസും അതേപോലെ ടെൻറ്റിങ്ങുമാണ് ഏറ്റവും കൂടുതൽ വട്ടവടയിൽ ടൂറിസ്റ്റിന് വേണ്ടിയുള്ള സ്ഥലങ്ങൾ. ഇപ്പം നമ്മൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ ഇടയിൽ കൂടെയാണ്. ഇത് പണ്ടത്തെ കാലത്ത് ഇവിടെ മൊത്തം എന്താ പറയുന്നത് മാർഷ് ലാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന ചതുപ്പുകളായിരുന്നു. അപ്പം അന്നത്തെ കാലത്ത് ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്തതെന്നാണ് പറയുന്നത്. യൂക്കാലി മരങ്ങൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പെട്ടെന്ന് വളരും എന്നാണ് അതിൻ്റെ പണ്ടുള്ള കാര്യങ്ങൾ കേട്ടേക്കുന്നത്. നമ്മളിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വഴി പാമ്പാടും ചോല എന്ന് പറഞ്ഞ നാഷണൽ പാർക്കിൻ്റെ ഫോറസ്റ്റ് ഏരിയയിൽ കൂടിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ വട്ടവട ടു ടോപ്പ് സ്റ്റേഷൻ പോകുന്ന വഴിയിലുള്ള ഒരു ഷോലയാണ്. ഏകദേശം 12 കിലോമീറ്റർ ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. നമ്മളിപ്പോൾ ടോപ്പ് സ്റ്റേഷൻ വ്യൂ കാണാൻ വേണ്ടി പോവുകയാണ്. പോകുന്ന വഴിക്ക് 2 സൈഡിൽ ഒരുപാട് ഷോപ്പിംഗ് സെൻറ്റേഴ്സും കടകളൊക്കെ ഉണ്ട്. അതിന് മുകളിലായിട്ടൊരു വാഷ് ടവർ ഉണ്ട് ഈ ഒരു ടോപ്പ് സ്റ്റേഷൻ്റെ അവിടെ. ആ ഒരു വാഷ് സ്റ്റേഷനിൽ നല്ല അടിപൊളി വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അത് കാണാൻ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം സന്ധ്യയാവാറായി. ഈ ഒരു സമയത്താണ് നമ്മളിവിടെ തിരിച്ചെത്തിയത് വട്ടവടയിൽ നിന്ന്. നമ്മളിപ്പോൾ വ്യൂ കാണാൻ പോവുകയാണ്. അവിടെ ചെന്നിട്ട് വ്യൂസ് കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോൾ ടോപ്പ് സ്റ്റേഷനിലെ വാഷ് ടവറിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ്. ഇപ്പോൾ സന്ധ്യാസമയമാണ്. ചുറ്റോട് ചുറ്റും മലകളൊക്കെ ആയിട്ട് നല്ല സൂപ്പർ. മൂന്നാറിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലാണ് നമ്മളുള്ളത്. അടിപൊളി വ്യൂ ആണ്. ഇപ്പോൾ സൺസെറ്റാണ്. അതിൻ്റെ കൂടെ സൈഡിൽ കൂടി ഒരു കാട്ടുതീയും കൂടി കാണാൻ പറ്റുന്നുണ്ട്. അതെവിടെയോ ഒരു ഫയർ സംഭവിച്ചതാണ്. ടോപ്പ് സ്റ്റേഷനിൽ നിന്നുള്ള സൺസെറ്റിൻ്റെ വ്യൂ ആണ്. നല്ല ഓറഞ്ച് കളറുള്ള സ്കൈയും നീലയും കറുപ്പും കളർ തോന്നുന്ന രീതിയിൽ ചുറ്റോട് ചുറ്റും മലകളും. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. ഇവിടെ നിന്ന് ഈ സന്ധ്യാസമയത്തെ കാഴ്ച നല്ല ഭംഗിയാണ്. വീഡിയോയിൽ എത്ര ഭംഗിയായിട്ടത് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. എത്രയോ ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ചുറ്റുമുള്ള കാഴ്ച, അതുപോലെ നല്ല അടിപൊളി ക്ലൈമറ്റും. നിങ്ങൾക്ക് വരാൻ പറ്റിയൊരു സ്ഥലമാണ് ടോപ്പ് സ്റ്റേഷൻ. ഏത് ഡാമായിരുന്നു? കുണ്ടള ഡാം. കുണ്ടള ഡാം. ഞങ്ങൾ മൂന്നാറിലോട്ട് പോകുന്ന വഴിക്ക് വെറുതെ ഒന്ന് കുണ്ടള ഡാമിൻ്റെ അതിലേക്കൂടെ ഒന്ന് കയറി ഇറങ്ങിയതാണ്. ഈ വഴിയല്ല പോകേണ്ടത്, പക്ഷെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി കയറി ഇറങ്ങിയതാണ്. വെള്ളമുണ്ട്. ഇത്ര ഹൈറ്റിൽ വെള്ളമുണ്ട്.
ഇവിടെ വരെ വെള്ളം കാണുന്നില്ല. ഇതിന്റെ സമയത്ത് ഇവിടെ തുറന്നു അപ്പോഴാണ് എത്തുന്ന സമയത്തല്ലേ? ആ ഓക്കെ ഓക്കെ. ഇവിടെ നിന്ന് ഇത്രയും വെള്ളമായി. ഇനിയിപ്പം ചെറിയതായിട്ട് വെള്ളം തുറന്നു വിടും ഈ ഡാമിൽ. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ മുകളിൽ കൂടി പോവാം. ഇവിടെ അത്യാവശ്യം വെള്ളം ഉണ്ടല്ലേ? ആ സൈഡല്ലേ വെള്ളം കാണത്തില്ല രാത്രിയായത്. വെള്ളം കാണത്തില്ല. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. ഒരുപാട് വെറൈറ്റി കാഴ്ചകളുമായിട്ട് വീണ്ടും ഞങ്ങൾ വരാം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ, താങ്ക് യു.